തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിത് ഏറ്റെടുത്താൽ ഈ വഅദ് നിങ്ങളുടെ ജീവിതകാലം മരണം വരെ ഓർക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അല്ലാഹു ആ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ. വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാനുള്ള വേദിയാണിവിടെ. അത് പറയലെന്റെ ബാധ്യതയാണ്. അനുസരിക്കലും കൊണ്ടു നടക്കലും എന്റെയും നിങ്ങളുടെയും കടമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. വഖൂലൂ ഖൗലൻ സദീദാ, മോശമായ വാക്ക് പ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്യരുതേ. വഖൂലൂ ഖൗലൻ സദീദാ, നേരായ വഴിയിലൂടെയുള്ള വാക്കുകളല്ലാതെ ആഭാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പോവല്ലേ. മോശമായ പദപ്രയോഗങ്ങൾ നിങ്ങളുടെ സംസാരങ്ങളിൽ വന്നു പോകരുത്. ഖൗലൻ സദീദാ, വൈകാരികത ഉണർത്തുന്ന വാക്കുകൾ പറഞ്ഞു പോകല്ലേ. അല്ലാഹുവിന്റെ കലാം പോലും അത് പറഞ്ഞില്ലല്ലോ. തോന്നിവാസത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ മെസ്സേജുകളിൽ വരല്ലേ, നിങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളിൽ കാണല്ലേ ആഭാസം പറയുന്നത്. വഖൂലൂ ഖൗലൻ സദീദാ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളെ നിങ്ങൾ പറയാവൂ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ച് അല്ലാഹു ചോദിക്കുന്നില്ലേ? ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ? വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ നാവ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ ഡയലോഗുകൾ സൂക്ഷിക്കാൻ പറ്റിയാൽ, യഗ്ഫിർ ലക്കും ദുനൂബക്കും, തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പുറത്തു തരും. നാവ് സൂക്ഷിക്കണം. വയഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവർക്കാണ് കേട്ടോ വിജയം, അവരാണ് വിജയിച്ചവർ. അല്ലാഹുവും റസൂലും പറഞ്ഞത് അതാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, ഖുറാസാനിലെ തുസ്തറിൽ ഹിജ്റ 201 ജനിച്ച മഹാനായ സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. തുസ്തർ, അവിടെയാണ് അവരുടെ മക്കാനുൽ മീലാദ് ബിതുസ്തർ ഫി ബിലാദി ഖുറാസാൻ, ഇറാനിന്റെ പ്രദേശങ്ങളാണ്, ഇന്നത്തെ അഫ്ഗാനിന്റെ ഭാഗങ്ങൾ. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ 3 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോ, 3 വയസ്സ്, 3 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് കുൻതു അഖൂം ബില്ലൈൽ അൻദുർ ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ, എന്റെ ഉമ്മയുടെ സഹോദരൻ അല്ലാമ മുഹമ്മദ് ബിൻ സിവാർ റഹ്മഹുല്ലാഹ് എഴുന്നേറ്റ് രാത്രികാലത്ത് നിസ്കരിക്കുമ്പോ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കാറുണ്ട്. 3 വയസ്സുള്ള സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു, മുഴുവൻ പേര് സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. 3 വയസ്സുള്ളപ്പോഴേ നിസ്കരിക്കാൻ അറിയൂല. നിസ്കാരത്തിന്റെ മധുരം കാണാ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കും. ഉറക്കത്തുനിന്ന് പാതിരാക്കി എഴുന്നേൽക്കുന്ന കുട്ടിയെ പറ്റി ആലോചിച്ച് നോക്കി. അങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോ കാണുന്നത് നിസ്കരിക്കുന്നതാണ്. സീരിയൽ കാണുന്ന ഉമ്മയല്ല കുഞ്ഞിവിടെ കാണുന്നത്, അല്ലേ? ടിവിയിലേക്ക് നോക്കി ചാനൽ മറിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയുടെ ചിത്രമല്ല സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ കാണുന്നത്. നിസ്കരിക്കുന്ന മഹാനായ മുഹമ്മദ് ബിൻ സിവാർ റഹ്മഹുല്ലാഹയെ കാണുമ്പോ എന്റെ കാക്ക എന്നോട് പറഞ്ഞു, ഉമ്മയുടെ സഹോദരൻ എന്റെ ഖാൽ അമ്മാവൻ എന്നോട് പറഞ്ഞു, യാ സഹ്ൽ, സഹ്ലേ അലാ തദ്കുറുല്ലാഹ്, സഹ്ലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർക്കണ്ടയോ? സഹ്ലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണ്ടയോ? സഹ്ലേ പറഞ്ഞു, കൈഫ അദ്കുറു, എങ്ങനെയാ ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നത്? 3 വയസ്സുള്ള കുട്ടിയാണ് ഈ മറുപടി പറയുന്നത്. നിസ്കരിക്കുമ്പോ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, പക്ഷെ എഴുന്നേറ്റിരിക്കുക. അമ്മാവൻ നിസ്കരിക്കുന്നത് കാണാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. 3 വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ്.
പാതിരാത്രി നിസ്കാരം, ഇശാവും മഗ്‌രിബൊന്നുമല്ല, രാത്രിയിലെ ഉറക്കത്തിന് എഴുന്നേറ്റുള്ള നിസ്കാരമാണ്. എന്നോട് പറഞ്ഞു, മോനെ സഹലേ, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ സാക്ഷി അല്ലാഹുവാണ്. ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോളൂ. ഫീ തഖല്ലുബിക ഫീ സിയാബിക, മോൻ അവിടെ കടന്ന് ഉരുണ്ട് മറിഞ്ഞ് വസ്ത്രത്തിൽ കളിക്കുമ്പോ ഹൃദയത്തിൽ ഇങ്ങനെ പറയണം, സഹലേ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞൂടെ. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ അമ്മാവ് എന്നോട് പറഞ്ഞു, സഹലേ അത് നിങ്ങൾക്കിനി നാവുകൊണ്ട് പറയാൻ നേരമായില്ലേ, പറഞ്ഞോളൂ. അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ സാക്ഷിയാണ്. ഇത് മനസ്സുകൊണ്ട് പറഞ്ഞു നടന്നിരുന്ന സഹലേ ഇനി നാവുകൊണ്ട് പറയണം. എന്നോട് പറയാൻ പറഞ്ഞു. ഫീ കുല്ലി ലൈലത്തിൻ 3 മർറാത്ത്, എല്ലാ രാത്രിയിലും ഒരു 3 പ്രാവശ്യം മോന് പറഞ്ഞൂടെ. കുട്ടിക്ക് 4 വയസ്സായിട്ടുണ്ടപ്പോഴേക്കും എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിന്ന് പറയും 3 പ്രാവശ്യം, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഓർക്കണം മുഅ്മിനെ, സത്യവിശ്വാസി ചെറുപ്പക്കാരികളെ, എപ്പോഴും ഓർത്തോളൂ. നിങ്ങളുടെ വാപ്പയെ മറച്ചു വെച്ച് നിങ്ങൾക്ക് പല കളിയും കളിക്കാൻ പറ്റിയേക്കും, ഉമ്മയെ മറച്ചു വെച്ച് പല കളിയും കളിക്കാൻ പറ്റിയേക്കും. തഹജ്ജുദ് നിസ്കരിക്കാനാണെന്ന പേര് പറഞ്ഞ് ഉമ്മയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി പാതിരാ നേരത്ത് തന്റെ കാമുകനെ മിസ് കോൾ അടിക്കുന്ന പെൺകുട്ടി, നീ പറയണം അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി. താഴെ ബെഡ്റൂമിലോ മറ്റെവിടെയോ കിടക്കുന്ന എന്റെ വാപ്പയോ ഉമ്മയോ എന്നെ കണ്ടില്ലെങ്കിൽ പോലും അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു ഷാഹിദി. നീ ചെയ്യുന്ന സർവ്വതോന്നിവാസമാണെങ്കിൽ അത് നന്മയാണെങ്കിൽ നന്മ, അതിന് സാക്ഷി അല്ലാഹു ആണെന്ന് പറയണം സഹലേ എന്ന് സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹ്മഹുള്ളയുടെ അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തു. സഹലേ ഇനി എല്ലാ രാത്രിയിലും ഇത് 7 പ്രാവശ്യം പറയണം, 7 പ്രാവശ്യം. ഈ കുട്ടിയെ പഠിപ്പിക്കുക. ഇതാണ് തർബിയത്ത്. മക്കളെ പഠിപ്പിക്കണം മുഅ്മിനെ, മക്കളെ വളർത്തണം. മക്കൾ ഇങ്ങനെ വളരാണെന്ന്, ഷവർമ തിന്ന് വളരാൻ, അല്ലെ, KFC ഒക്കെ തിന്നിങ്ങനെ വളരാൻ മക്കളെ വളർത്തുന്നുണ്ടോ വാപ്പമാർ? ഉമ്മമാരെ വളർത്തിയിട്ടുണ്ടോ? കുട്ടികൾക്കെന്താ പൈസ അങ്ങനെ അയച്ചു കൊടുക്കുന്നു. മദ്രസ 2ാം ക്ലാസ് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു, അല്ലേ? അപ്പോഴേക്കും ഐപാഡ് വന്നു, ഐഫോൺ വന്നു, അല്ലെ, എന്തെല്ലാം സംവിധാനങ്ങൾ, ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്തു. എന്ത് വേണോ എല്ലാം മേടിച്ചു കൊടുത്ത വാപ്പ, നീ ചെയ്തത് തർബിയത്തല്ല, ഇതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഉമ്മ നിന്റെ കുഞ്ഞിനെ ഇഷ്ടമുള്ള മനോഹരമായ വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽസ് മുഴുവനും കയറിറങ്ങി മേടിച്ചു കൊടുത്തത് നീ ചെയ്ത തർബിയത്തല്ല പെണ്ണേ. അതല്ല മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. മക്കൾക്ക് മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തർബിയത്തല്ല, അത് വേലക്കാരനും വേലക്കാരിക്കും റെസ്റ്റോറന്റുകാരന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത് തെറ്റാണ് മോനെ, ചെയ്യല്ലേ എന്ന് പഠിപ്പിച്ചോ? നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു വാപ്പയും ഉമ്മയും ചെയ്തില്ലെങ്കിൽ ഈ കുറ്റത്തിന്റെ പരിഹാരം, ഈ കുറ്റത്തിന് എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാ? മക്കളെ വളർത്തണ്ടേ? മക്കൾക്ക് തർബിയത്ത് ചെയ്തിട്ടുണ്ടോ? ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മയെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുത്ത് 15 വയസ്സ് വരെ പഠിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. 15 വയസ്സ് കഴിഞ്ഞിട്ട് മക്കൾ പിഴച്ചുപോയാൽ അവരും അല്ലാഹുവും തമ്മിലാണ്. 15 പോലും വേണ്ട. നമ്മുടെ സ്കൂളുകളിൽ 10th 9th കഴിഞ്ഞ മക്കള് +1 +2 കഴിഞ്ഞാൽ അവരും അല്ലാഹുവും തമ്മിലാണ് പിന്നെ പ്രശ്നം. വാപ്പയോട് പിന്നെ ചോദ്യമില്ല 11 വരെ. ഈ മക്കൾക്ക് ബോധമാകുന്നവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാപ്പാ ഉമ്മ നിനക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം, നിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അത് ചെയ്യാത്ത വാപ്പയോടാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാത്ത ഉമ്മയോടാണ് പറയുന്നത്. എന്ത് തർബിയത്താണ് നമ്മളെ മക്കൾക്ക് കൊടുത്തത്? ഉറങ്ങാൻ മനോഹരമായ ബെഡ് മേടിച്ചു കൊടുത്തതോ? മനോഹരമായ കംഫർട്ട് മേടിച്ചു കൊടുത്തതോ? കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തതോ? ഇതാണോ തർബിയത്ത്?
അതിന്റെ പേരിൽ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണക്കേടുകൾ എത്രയാണ്! എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക? ഈ പാപഭാരം, അപമാനത്തിന്റെ കഥകൾ, സങ്കടപ്പെടുത്തുന്ന കഥകൾ, ചീഞ്ഞുനാറുന്ന കഥകൾ ആരോട് ചെന്ന് പറയണം? ആരാണിതിന് ഉത്തരവാദികൾ? സഹലേ, നിങ്ങൾ ഓരോ രാത്രിയിലും 7 പ്രാവശ്യം പറയണേ, അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീൻ. ഞാൻ 7 പ്രാവശ്യം പറയാൻ തുടങ്ങി. എന്നിട്ട് എന്റെ അമ്മാവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, അമ്മാവാ, ഞാനിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് 7 പ്രാവശ്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ സഹലേ, ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ 11 മറ. ഇനി എല്ലാ രാത്രിയിലും 11 പ്രാവശ്യം പറഞ്ഞൂടെ ഈ വാക്കുകൾ? അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടണം. ഇത് ഖൽബിലേക്ക് കയറണം. എന്നിട്ട് ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ അത് കാണാൻ പറ്റണം. അപ്പോഴാ ഒരു ഇൽമു നാഫിഅ എന്ന് പറയാം. അള്ളാഹു ഉപകാരപ്പെടുത്തി എന്ന് പറഞ്ഞ ഇൽമ അതാണ്. അല്ലാതെ കുറെ പഠിക്കാനൊക്കെ അറിയാത്തത്, കുറെ വായിച്ചുണ്ടാക്കിയാൽ പഠിക്കാൻ പറ്റൂലേ? കുറെ വായിച്ചാൽ അത് പറയാൻ പറ്റൂലേ? അതല്ലല്ലോ ഇൽമ. ഉപകാരപ്പെടണം, ജീവിതത്തിൽ മാറ്റം വരണം. 11 പ്രാവശ്യം പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു, മഹാനായ മുഹമ്മദ് ബിൻ സിവാർ, ഞാൻ 11 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും. ആ കുട്ടിക്കപ്പോൾ 6 വയസ്സാണ്. 6 വയസ്സുള്ളപ്പോൾ 11 പ്രാവശ്യം പറയാൻ തുടങ്ങി. فوقع في قلبي له حلاوة. എന്റെ ഹൃദയത്തിന് പിന്നെ ഒരു മാധുര്യം വരാൻ തുടങ്ങിയത് പറയാതെ ഉറക്കം വരാതെയായി. എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വന്നു തുടങ്ങി. നിരന്തരമായി പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. അള്ളാഹുവിനോട് ബോധത്തോടുകൂടെ പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. ഫവജദ്തു ലിദാലിക ഫീ ഖൽബി ഹലാവ. എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വരാൻ തുടങ്ങി. ഞാനത് സ്നേഹത്തോടെ പറയാൻ തുടങ്ങി. അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. മധുരം വരാൻ തുടങ്ങി. ഈ മധുരമാണ് നമുക്ക് ലഭിക്കാതെ പോയത്. ഈമാനിന്റെ മധുരം അനുഭവിച്ചിട്ടുണ്ട്. മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ഈമാനിന്റെ മധുരം അറിഞ്ഞവർ ഇവരാണ്. മൻ റദിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹു എന്റെ റബ്ബാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എനിക്കത് പൊരുത്താണ്, എനിക്കത് ഇഷ്ടമാണ്. അല്ലാഹു അല്ലേ എന്റെ റബ്ബ്, എനിക്കത് ഇഷ്ടമാണ്. ഹൃദയത്തേക്ക് അത് വന്നോ? എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തല്ലേ? സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.